ഈ അടുത്ത കാലത്ത് ഡാനിയൽ സ്റ്റീവൻ ഗുണ്ടി എന്ന അമേരിക്കയിലെ ഒരു മതപ്രഭാഷകൻ മണിപ്പൂരിൽ വന്നു. മണിപ്പൂരിൽ വന്ന് പരസ്യമായി പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് അവിടുത്തെ കുക്കി വിഘടനവാദികളെ ഓരോ കമാൻഡറുടെയും പേര് പറഞ്ഞ് വിളിച്ചിട്ട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നൽകുന്നു. പരസ്യമാണത്, വീഡിയോയിലുണ്ട്. അതേപോലെ ആയുധം നൽകുന്നു, തോക്ക് നൽകുന്നു, ഡ്രോണുകൾ നൽകുന്നു. ഇതെല്ലാം തന്നെ സോറോസിന്റെ പങ്കാളിത്തമാണ്. ഇതറിയാത്തവരല്ല ഇവിടുത്തെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ $1 ബില്യൺ അവർ മുടക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി 1000 കോടി രൂപ മുടക്കി ജോർജ് സോറസ്. ഇതിനെല്ലാം തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിഗൂഢമായ ചർച്ച നടത്തിയതിൻ്റെ ഫലമാണ്. നേപ്പാളിൽ കഴിഞ്ഞ 15-ാം തീയതി 40-ലധികം വരുന്ന മാവോയിസ്റ്റ് അർബൻ നക്സലൈറ്റ് സംഘടനകളുമായി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി യോഗം കൂടി. അതിനുവേണ്ടി ജോർജ് സോറസിന്റെ ഫണ്ടാണ് ഉപയോഗിച്ചത്. 1000 കോടി രൂപ. പന്നു എന്ന് പറയുന്ന ഖാലിസ്ഥാൻവാദിക്ക് വേണ്ടി, ഖാലിസ്ഥാൻ രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പന്നു, അദ്ദേഹത്തിന് സമ്പത്ത് മുടക്കുന്ന ജോർജ് സോറോസും ഒപ്പം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും അറിവുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരവാദം വളർത്താനും അവനെ വെട്ടിപ്പിളർക്കാനും രാജ്യത്തിൻ്റെ ഇതേപോലെ ഛിന്ന ഭിന്നമാക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിനും സമ്പത്ത് മുടക്കുന്നുണ്ട്. നമസ്കാരം. രാഹുൽ ഗാന്ധിക്കെതിരെ, സോണിയാഗാന്ധിക്കെതിരെ, ജോർജ് സോറോസിനെതിരെ, അതിനുപരി ഡീപ് സ്റ്റേറ്റിനെതിരെ ഒക്കെ ശബ്ദമുയർത്തുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട്. അതിശക്തമായി പ്രതിഷേധിക്കുന്നവർ തൻ്റെതായ ശൈലിയിൽ ഇവർക്കൊക്കെ എതിരെ അഭിപ്രായങ്ങൾ വളരെ ശക്തിയുക്തം പറയുന്ന ഒരു വ്യക്തിയാണ് വിശ്വ ഹിന്ദു മഹാസംഘ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വെണ്ണിയൂർ ഹരീന്ദ്രനാഥ്. ഇന്ന് ശ്രീ ഹരീന്ദ്രനാഥ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ഒരു ചെറിയ തീപ്പൊരി പാറിക്കാനാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ഇന്ന് അങ്ങേക്ക് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചും ജോർജ് സോറോസിനെ കുറിച്ചും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മൾ എല്ലാവരും മാന്യമായും സമാധാനപരമായും ജനാധിപത്യ മാർഗമനുസരിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ കുടുംബവും ഒരു വിദേശിയായ ജോർജ് സോറസുമായി ചേർന്ന് ഇന്ത്യ എന്ന ഭാരതമെന്ന മഹാരാജ്യത്തിനെതിരായി ശക്തമായ നിലപാടുകളാണ് മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ $1 ബില്യൺ അവർ മുടക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി 1000 കോടി രൂപ മുടക്കി ജോർജ് സോറസ്. ഇതിനെല്ലാം തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിഗൂഢമായ ചർച്ച നടത്തിയതിൻ്റെ ഫലമാണ്. നേപ്പാളിൽ കഴിഞ്ഞ 15-ാം തീയതി 40-ലധികം വരുന്ന മാവോയിസ്റ്റ് അർബൻ നക്സലൈറ്റ് സംഘടനകളുമായി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി യോഗം കൂടി. അതിനുവേണ്ടി ജോർജ് സോറസിന്റെ ഫണ്ടാണ് ഉപയോഗിച്ചത്. 1000 കോടി രൂപ. അതേപോലെ പല ഘട്ടങ്ങളിലും പലതിനും ഇവിടെ സമ്പത്ത് ജോർജ് സോറസ് പണം മുടക്കുന്നുണ്ട്. പന്നു എന്ന് പറയുന്ന ഖാലിസ്ഥാൻവാദിക്ക് വേണ്ടി, ഖാലിസ്ഥാൻ രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പന്നു, അദ്ദേഹത്തിന് സമ്പത്ത് മുടക്കുന്ന ജോർജ് സോറോസും ഒപ്പം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും അറിവുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരവാദം വളർത്താനും അവനെ വെട്ടിപ്പിളർക്കാനും രാജ്യത്തിൻ്റെ ഇതേപോലെ ഛിന്ന ഭിന്നമാക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിനും സമ്പത്ത് മുടക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ഇന്നത്തെ പ്രശ്നത്തിന് കാരണം ജോർജ് സോറസാണ്. പക്ഷേ അവിടെ ജോർജ് സോറസിൻ്റെ നടപടിക്രമങ്ങൾ എത്രയോ 20 കൊല്ലത്തിന് മുമ്പേ തന്നെ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു നിർദ്ദേശവുമായി ഈ ഇന്നത്തെ യൂനൂസ് മുന്നോട്ട് വന്നു. ഇന്നത്തെ വിദ്യാർത്ഥി നേതാവായ അസഫസ് അലാം ആ വ്യക്തി ഒരു 29 വയസ്സായ ചെറുപ്പക്കാരനാണ്. അയാൾ CIA ഏജന്റാണ്. അമേരിക്ക ട്രെയിൻ ചെയ്തെടുത്ത ഒരു കൊച്ചു ചെറുപ്പക്കാരനാണ്. അയാൾ ഒബാമയും ക്ലിൻ്റനും ഹിലാരി ക്ലിൻ്റനും എന്ന് വേണ്ട മുഴുവൻ
ഈ ട്രംപ് പോയിട്ട് മറ്റുള്ള എല്ലാവരെയും കൂട്ടി, ജോ ബൈഡൻ ഉൾപ്പെടെ, അതിവിദഗ്ധനായ ഒരു വിദ്യാർത്ഥി നേതാവാണ് ഈ അലാം എന്നുള്ള കാര്യം യൂനിസ് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ചിന്തിക്കണം, ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളുണ്ട്. ബംഗാളും ബീഹാറും ഒറീസയും ജാർഖണ്ഡും ഒക്കെ ഉണ്ട്. വളരെ ആസൂത്രിതമായി ഇന്ത്യയെ വെട്ടിമുറിക്കുവാനുള്ള രാഹുൽ ഗാന്ധിയുടെയും അതേപോലെ തന്നെ ജോർജ് സോറസിന്റെയും സോണിയാഗാന്ധിയുടെയും ആസൂത്രിതമായ നീക്കം ഒരുപക്ഷെ 1947 മുമ്പ് വിദേശികളെ പുറത്താക്കാനുള്ള ഇവിടെ വലിയ സമരം നടന്നു, വലിയ ജനകീയ വിപ്ലവം നടന്നു, ജനകീയ സമരം നടന്നു. അതിനേക്കാൾ വലിയ സമരം ഇവിടെ നടത്തേണ്ടി വരും ഇനിയും. കാരണം അത്തരത്തിൽ അകത്തു നിന്ന് ഒരു കുടുംബം മുഴുവനും ഒരു വിദേശ വ്യക്തിയെ, ഒരു പ്രായാധിക്യം കൊണ്ട് അതിവൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ 5 മക്കളും കൂടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഒരു ഇന്ത്യ മഹാരാജ്യത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇന്ന് നടക്കുന്ന കർഷക സമരങ്ങൾ മുഴുവനും, നേരത്തെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും, വിദ്യാർത്ഥി സമരങ്ങൾ, ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുകയാണ് അമേരിക്കയിൽ. നമ്മൾ ചിന്തിക്കണം, മണിപ്പൂരിൽ കലാപം നടന്നപ്പോൾ അവിടുന്ന് പിടിച്ച ആയുധത്തിൽ ചൈനയുടെയും അമേരിക്കയുടെയും ആയുധമുണ്ടായിരുന്നു. അവിടെ പോപ്പി കൃഷി എന്ന് പറഞ്ഞ കഞ്ചാവ് കൃഷിക്ക് സമ്പത്ത് മുടക്കുന്നത് ഈ ജോർജ് സോറസ് ആണ്. അതിനും അനുകൂലമാണ് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിന്റെ പേരിൽ സോണിയാഗാന്ധിയും ഈ രാഹുൽ ഗാന്ധിയും കുടുംബവും. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവര് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഡൽഹിയിൽ വന്ന് കൂടിയിരിക്കുന്നത്, അതോ രാജ്യത്തെ നശിപ്പിക്കുവാനാണോ? അത് കേരള ജനത ചിന്തിക്കേണ്ട സമയമാണ്, ഭാരത ജനത ചിന്തിക്കേണ്ട സമയമാണ്. അവർക്ക് പാർലമെന്റിൽ ഒരു അജണ്ടയുണ്ട്. പാർലമെന്റിൽ അതിന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് സംസാരിക്കും, അദാനിയുടെ കാര്യം സംസാരിക്കും. അതേപോലെ തന്നെ ഇതിന് സംസാരിക്കാൻ വേണ്ടിയും വ്യാസവിധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയുള്ള അജണ്ട റെഡിയാക്കി കൊടുക്കുന്നത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ആണ്, ജോർജ് സോറസും കൂട്ടരും. അവിടുത്തെ പത്രപ്രവർത്തകരാണ്, അതേപോലെ അവിടുത്തെ NGO-കളാണ്. ഇവിടെയും NGO-കളും അതിനെ അനുകൂലിക്കുന്ന പത്രപ്രവർത്തകരുമുണ്ട്. നമ്മൾ ചിന്തിക്കണം, ഈ രാജ്യത്തെ രക്ഷിക്കാൻ 2014 മുതൽ 24 വരെ 3 തെരഞ്ഞെടുപ്പിലും തോറ്റു എന്ന് തോന്നിയപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒരു ഭ്രാന്തനെ പോലെ നിലപാട് സ്വീകരിക്കുന്നു. മാഫിയ സംഘങ്ങളെ പോലെ, അധോലോക സംഘങ്ങളെ പോലെ. ഇറ്റാലിയൻ മാഫിയയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലത്തെ നടപടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പാർലമെന്റിലെ ഒരു വയസ്സായ MP-യെ അടിച്ചു തള്ളിയിട്ടിരിക്കുന്നു, ഒരു വനിതാ MP-യെ കയ്യേറ്റം ചെയ്തിരിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, അദ്ദേഹത്തിന് ഒരുപക്ഷെ പാർലമെന്റിൽ സംസാരിക്കാനുള്ള അറിവിന്റെ കുറവുണ്ട്. കാരണം ഒന്നും പ്രിപ്പറേഷൻ ചെയ്യുന്ന വ്യക്തിയല്ല. ആരെങ്കിലും പറയുന്ന കേട്ടാൽ അതനുസരിച്ച് വേഷവിധാനം നടത്തി, അതനുസരിച്ച് ജീവിച്ച്, അതനുസരിച്ച് പാർലമെന്റിൽ നിന്ന് സംസാരിക്കണം അദ്ദേഹം അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി. അല്ലാതെ അദ്ദേഹത്തിനൊന്നും അറിയില്ല. ആ നിലക്ക് ഈ മാഫിയ സംഘത്തിനെതിരെ, ഈ അധോലോക ലോക സംഘത്തിനെതിരെ ഭാരതം മുഴുവനും പ്രചരണത്തിൽ എടുക്കേണ്ട സമയമാണ്. ഇവർക്കെതിരെ ശക്തമായ പ്രചരണ നടപടി. ഒരുപക്ഷെ 99 MP-മാരുടെ പിന്തുണ കിട്ടിയപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് അയാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പൊ അയാൾക്ക് എങ്ങനെയാണ് 99 MP-മാരുടെ പിന്തുണ കിട്ടിയതെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, മാവോയിസ്റ്റ് നക്സലൈറ്റ് സംഘടനകളെ കുറിച്ച് പറഞ്ഞത് ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. അദ്ദേഹം അസംബ്ലിയിൽ സെക്യൂരിറ്റി ബില്ലിനെ കുറിച്ച് വിശദമായ വിവരം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യം മുന്നോട്ട് പറഞ്ഞത്. വളരെ വ്യക്തമായ റിപ്പോർട്ടാണത്. അങ്ങനെ ഭാരതമാസകരം നടക്കുന്ന നടപടി. ഈ അടുത്ത കാലത്ത് ഡാനിയൽ സ്റ്റീവൻ ഗുണ്ടി എന്ന അമേരിക്കയിലെ ഒരു മതപ്രഭാഷകൻ മണിപ്പൂരിൽ വന്നു. മണിപ്പൂരിൽ വന്ന് പരസ്യമായി പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് അവിടുത്തെ കുക്കി വിഘടനവാദികളെ ഓരോ കമാൻഡറുടെയും പേര് പറഞ്ഞ് വിളിച്ചിട്ട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നൽകുന്നു. പരസ്യമാണത്, വീഡിയോയിലുണ്ട്.
അതേപോലെ ആയുധം നൽകുന്നു, തോക്ക് നൽകുന്നു, ഡ്രോണുകൾ നൽകുന്നു. ഇതെല്ലാം തന്നെ സോറോസിന്റെ പങ്കാളിത്തമാണ്. ഇതറിയാത്തവരല്ല ഇവിടുത്തെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. ഇന്ത്യയെ നശിപ്പിക്കുവാനും ആസൂത്രിതമായി തകർക്കാനും വെട്ടിമുറിക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കം. ഒരുപക്ഷെ മെയ്തികൾ അവിടെ അവരോട് പോരാടുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണ്. വളരെ ആസൂത്രിതമായി നടക്കുന്ന ഇന്ത്യയെ വിഘടിപ്പിച്ച് മാറ്റാനുള്ള, ഛിന്നഭിന്നമാക്കാനുള്ള നീക്കം. അതിന് കൂട്ടുനിൽക്കുന്നത് സോണിയാഗാന്ധിയും കുടുംബവും രാഹുൽ ഗാന്ധിയുമാണ്. ജോഡോ യാത്രയിൽ ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാർ പറഞ്ഞ യൂണിഫോമാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിൽ ഡീപ് സ്റ്റേറ്റിന്റെ വക്താക്കൾ ഉണ്ടായിരുന്നു, മാവോയിസ്റ്റ് സംഘടനകൾ ഉണ്ടായിരുന്നു. ജോർജ് സോറസിന്റെ ഫണ്ടാണ് അതിന് ഉപയോഗിച്ചത്. അങ്ങനെ വ്യാപകമായി ഇന്ത്യയിൽ ആസൂത്രിതമായി സമ്പത്ത് മുടക്കുന്നു, ആസൂത്രിതമായ വ്യാപകമായ നുണപ്രചരണങ്ങൾ. നമ്മൾ ചിന്തിക്കേണ്ടത്, രാഷ്ട്രത്തിന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഒരു ഓൾഡ് ടെററിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അപകടകര ഡേഞ്ചറസ് പേഴ്സൺ, ഓൾഡ് ഡേഞ്ചറസ് പേഴ്സൺ എന്നാണ് വിദേശകാര്യമന്ത്രി ജോർജ് സോറോസിനെ കുറിച്ച് പറഞ്ഞത്. രാജ്യത്തിന്റെ അഭിമാനമായി കാണുന്നവർ, രാഷ്ട്രത്തെ ബഹുമാനമായി കാണുന്നവർ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഇത്തരം നടപടികൾ സഹിക്കുന്നതല്ല, പൊറുക്കുന്നതല്ല. ഇത്തരം നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട കാലഘട്ടമാണ്. നമ്മൾ കേട്ടിരിക്കും, ഇലോൺ മസ്ക്, അദ്ദേഹം സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഡിവൈസ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാര് മണിപ്പൂരിൽ നിന്ന് കണ്ടെടുത്തു. അത് ഉപയോഗിച്ച ഒരു ഡിവൈസ് ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയയുടെ മുഴുവൻ കേന്ദ്രങ്ങളും അമേരിക്കയിലാണ്. ട്വിറ്റർ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഒക്കെ തന്നെ. ആ നിലക്കല ആസൂത്രിതമായി ഇന്റർനെറ്റ് കണക്ഷൻ അവിടെ നൽകിയിരിക്കുന്നു. മ്യാൻമാറിൽ നിന്നാണ് ആ കണക്ഷൻ കിട്ടിയെന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഇവിടെ കണക്ഷൻ വേണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടേയുള്ളൂ. അതും ഈ വിഘടനവാദികൾക്ക് പ്രേരകമായി തീർന്നിട്ടുണ്ട്. ആസൂത്രിതമായിട്ടുള്ള കണക്ഷനും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി ആരൊക്കെയുണ്ട്? അത്യാധുനിക സജ്ജീകരണങ്ങൾ മുതൽ ആയുധം നടത്തി മുഴുവൻ വിഘടിപ്പിച്ച് നിർത്താനുള്ള ആസൂത്രിതമായ നീക്കത്തിനെ ശക്തമായി പ്രതികരിക്കേണ്ട കാലഘട്ടമാണ്. അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ 47 മുതൽ 2004 വരെ, 2014 വരെ കോൺഗ്രസിന്റെ കാലഘട്ടം അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിരുന്നു. അതിന് പകരം ഒരു 10 കൊല്ലക്കാലം അധികാരത്തിൽ നിന്ന് രാഷ്ട്രം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ അമേരിക്കക്ക് സഹിക്കുന്നില്ല. നേരിട്ടല്ല അവരിത് ഇടപെടുന്നത്. ഒരുപക്ഷെ ഭരണകൂടം നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല. മറിച്ച് അവര് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി നിന്ന് അറിയാത്ത മട്ടിൽ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതികരിക്കേണ്ട ഒരു അവസരം നമുക്ക് വന്നിരിക്കുന്നു. പ്രതികരിക്കേണ്ട കാലഘട്ടമാണ് ഇത്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അറിയേണ്ട വിഷയമാണ്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ആ ഒരു ഇന്റർനെറ്റ് ഫെസിലിറ്റി ശരിക്കും കേരളത്തിലുള്ള എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ഒരുപക്ഷെ അംബാനി ഒക്കെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാകുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ നിലയ്ക്ക് അങ്ങിപ്പോൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ബോയ്ക്കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് വരരുത് എന്ന് തീരുമാനമെടുക്കാൻ നമ്മൾ എല്ലാവരും തീരുമാനിക്കണ്ടേ? അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലേ? അതിന് ഒരു ഫസ്റ്റ് നടപടി, ആദ്യത്തെ നടപടി നാസയേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ISRO വികസിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് ISRO ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പുറത്ത് ഇടുന്നവരല്ല നമ്മുടെ ISRO. ആ നിലയ്ക്ക് നമുക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനെയൊക്കെ പ്രതിരോധിക്കണം, നമുക്ക് പ്രതിരോധിക്കണമെങ്കിൽ നമുക്കൊരു സ്വന്തമായ സോഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനോ നിയന്ത്രിക്കാനോ നമുക്ക് പറ്റൂ. ഇത്തരം നടപടിക്കെതിരെ സ്വന്തമായിട്ടുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോം ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടെങ്കിൽ ഇതിനേക്ക് നമുക്ക് പ്രതികരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റും. ഇവിടെ ഇന്ത്യയിലെ വ്യവസായികളെ ആസൂത്രിതമായി നശിപ്പിക്കാനുള്ള നീക്കമാണ്. എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്ക് ഉദ്ദേശിക്കുന്നത് അംബാനിയെ ലക്ഷ്യം വെച്ചാണ്. സോറോസ് ഉദ്ദേശിക്കുന്നത് അദാനിയെ ലക്ഷ്യം വെച്ചാണ്.
ഇന്ത്യയിലെ മുഴുവൻ വ്യവസായികളെ നശിപ്പിക്കേണ്ട ആസൂത്രിതമായ നീക്കത്തിന് കൂട്ടുനിൽക്കുകയോ അതിന് സഹകരിക്കുകയോ അതിനെ പ്രേരണ കൊടുക്കുകയോ ചെയ്യാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ഇതാണ് ഭാരത ജനത ഈ സമയം അറിയേണ്ടത്, ചിന്തിക്കേണ്ടത്. എന്തായാലും നമ്മളെല്ലാവരും ജോർജ് സോറോസും ഡീപ് സ്റ്റേറ്റും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും നീക്കങ്ങളെയും ഒക്കെ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിൽ ശ്രദ്ധാലുക്കളുമാണ്. പക്ഷേ ഇലോൺ മസ്കിനെ കുറിച്ചുള്ള ഈ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് പലർക്കും ഒരു പുതിയ അറിവായിരിക്കാം. ഇലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാർലിങ്ക് എന്ന ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഭാരതത്തിലേക്കുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ വളരെ എളുപ്പം അവർക്ക് വിഘടിക്കാനുള്ള ഒരു സാധ്യത അവരുടെ മുന്നിൽ തെളിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതിക്രമിച്ചിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്കും ഇതിൻ്റെ ബോധമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.